അഖിലേന്ത്യാ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള മീഡിയ അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള മീഡിയ അക്കാദമി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ സജീവമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനൊരു ജനകീയ മുഖം കൊടുക്കാൻ നൽകുന്നതിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് RS ബാബുവിനും അതിന് കമ്മിറ്റിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കുകയാണ് തിരുവനന്തപുരത്ത്. രാജ്യത്തിലെ 21 സംസ്ഥാനങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിന് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും മീഡിയ അക്കാദമിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ RS ബാബു, നമ്മുടെയെല്ലാം സ്നേഹിതനായ മീഡിയ അക്കാദമി ചെയർമാൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, മുൻ പ്രസിഡന്റും സംഘടനയുടെ ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായ A മാധവൻ, KUWJ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് PR പ്രവീൺ, സാഹസംഘം ചെയർമാൻ ജോൺ മുണ്ടക്കയം, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് M സരിത വർമ്മ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫർമാരായ B ജയചന്ദ്രൻ, P മുസ്തഫ, മറ്റ് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും, മീഡിയ അക്കാദമി ഭാരവാഹികൾക്കും മീഡിയ അക്കാദമിയുടെ ഉദ്യോഗസ്ഥന്മാർക്കും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്കും നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ അംഗവും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ MP അച്യുതൻ ഉൾപ്പെടെ ഇവിടെ നിരവധി ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സംഘാടക സമിതിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബുവിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സീനിയർ ജേർണലിസ്റ്റുകളുടെ ഒരു ദേശീയ സമ്മേളനം നടക്കാൻ പോകുന്നത്. നാളെയും മറ്റന്നാളുമായിട്ട് അതിന് തിരുവനന്തപുരം ആതിഥേയത്വം അരുളുകയാണ്. സീനിയർ ജേർണലിസ്റ്റ് ഫോറമാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഇത്തരമൊരു സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, മുതിർന്ന മാധ്യമ പ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, അവർക്ക് ലഭിക്കേണ്ട പെൻഷൻ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം തങ്ങൾ കെട്ടിയുയർത്തിക്കൊണ്ടുവന്ന ഈ മാധ്യമ മേഖല എങ്ങനെയാണ് ഇന്ന് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഗൗരവതരമായ ചിന്തയും ഇവിടെ ഉണ്ടാകും. ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നതിന് മാധവനും വിജയകുമാറും സാമും സംഘടനയും ഇതിന്റെ സ്വാഗതസംഘം ചെയർമാൻ ജോൺ മുണ്ടക്കയുമെല്ലാം മുന്നിൽ നിന്ന് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ ഞങ്ങൾ വിലമതിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നിവിടെ നടക്കുന്ന ഫോട്ടോ എക്സിബിഷൻ.
കേരള മീഡിയ അക്കാദമി ജേർണലിസ്റ്റ് ഫോറവുമായി സഹകരിച്ചിട്ടാണ് ഇത്തരമൊരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഹാളിലെ ഗാസയിൽ രക്തസാക്ഷിത്വം വരിച്ച 270 മാധ്യമപ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സഖാവ് MP രാജേഷ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇത് മാധ്യമ മേഖലയും ഇതര മേഖലകളും പുലർത്തുന്ന നിശബ്ദതയ്ക്ക് ഒരു മറുപടിയാണ്. നമ്മുടെ മനസ്സ് പൊള്ളിക്കുന്ന, നമ്മൾ എങ്ങനെ മരവിച്ച മനസ്സുമായി കഴിയാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്ന എക്സിബിഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ എക്സിബിഷനിലെ ഓരോ ചിത്രങ്ങളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. 365 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ 21 മാസത്തിനിടയിലാണ് 271 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമുഖം ഉണ്ടായതിനു ശേഷം ഇത്രയധികം മാധ്യമപ്രവർത്തകർ ഒരു പ്രദേശത്ത് ഇല്ലാതാകുന്നത്, തങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടയിൽ വധിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. മാധ്യമപ്രവർത്തകർ എന്തിനാണ് ഇവർ രക്തസാക്ഷികളായത്? ഇവിടെ വരുന്ന ഓരോ ചിത്രങ്ങളും അത് നമ്മളോട് പറയുന്നു. ഭക്ഷണത്തിന് ക്യൂ നിന്നവരെ കൊല്ലുകയാണ്, കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുത്തവരെ, ആ വാർത്ത ലോകത്തെ അറിയിച്ചവരെ, അവരെയാണ് കൊന്നിരിക്കുന്നത്. ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു മാധ്യമ ഹത്യ, വംശഹത്യ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാസയിലെ കാര്യങ്ങളൊന്നും ലോകം അറിയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരാളിന്റെ കത്ത് ഈ എക്സിബിഷന്റെ ഒരു ഫോട്ടോ ആയിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം 5 അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകരെയാണ് കൊന്നത്. അവർ ഒരു ആശുപത്രിയുടെ മുന്നിൽ മീഡിയ എന്നെഴുതിയ ടെന്റിന് താഴെ കഴിയുകയായിരുന്നു. മിസൈൽ പായിച്ച് അവരെ കൊല്ലുകയായിരുന്നു. അതിലൊരാൾ അനസ് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ് അവിടെയുണ്ട്. ആ കുറിപ്പിൽ പറയുന്നു, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ശബ്ദം തരികയാണ്, വാർത്ത എത്തിക്കുകയാണ്. ഈ വാർത്ത ഇനി കേൾക്കുന്നില്ലെങ്കിൽ, കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊള്ളൂ ഇസ്രയേലി ക്രൂരത ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ശബ്ദം നിലയ്ക്കാൻ പാടില്ല. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇതേപോലെ ആദ്യത്തെ ചിത്രം ദഹദൂദിന്റേതാണ്. അൽ ജസീറ ചാനലിന്റെ ബ്യൂറോ ചീഫായിരുന്ന ദഹദൂദ്. ആ ദഹദൂദിന്റെ കുടുംബാംഗങ്ങളെ ഒന്നായി ഇല്ലായ്മ ചെയ്തു. അത് 5 പേർ കൊല്ലപ്പെടുന്ന സമയത്ത് ദഹദൂദ് നൊമ്പരപ്പെടുന്നതിന്റെ ചിത്രമാണ്. പിന്നീടും 7 പേരെ കൂടി കൊന്നു. മക്കളെ, അൽ ജസീറയിലെ ക്യാമറാമാനായിരുന്നയാളെ, അവരെയൊക്കെയാണ് ഈ ദഹദൂദ് ഇന്ന് ഇസ്രയേലി സേനയുടെ ഭീകര ആക്രമണത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ന് ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ലോകത്ത് നടക്കുന്നത്? കണ്ണു തുറന്ന് കാണേണ്ട കാര്യമാണ്. ഈ കാര്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി MP രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ ക്രൂരതയ്ക്കെതിരായിട്ട് ഗാസയിൽ നടക്കുന്ന മാധ്യമവേട്ട, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, ആളുകളെ കൊല്ലുന്നത്, ഇതിനെതിരായിട്ടുള്ള ശബ്ദം മനസ്സുണരേണ്ട കാര്യമുണ്ട്. അതിനുള്ള സന്ദേശവും കൂടിയാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനം ഈ നാടിന് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു ഉപഹാരം നൽകാൻ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു സാറിനെ ക്ഷണിക്കുന്നു. കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഉപഹാരമായി നൽകുന്നത്. തുടർന്ന് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു.
ബഹുമാന്യനായ മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ മുതിർന്ന മാധ്യമപ്രവർത്തകരെ, സീനിയർ സിറ്റിസൺസ് ഫോറത്തിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി ഗാസയിൽ രക്തസാക്ഷികളായ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച ബിഗ് സല്യൂട്ട് എന്ന ഈ ഫോട്ടോ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഇത്തരമൊരു എക്സിബിഷൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനെടുത്ത തീരുമാനം വളരെ ഉചിതമായി. ഈ എക്സിബിഷൻ തയ്യാറാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത മീഡിയ അക്കാദമിക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഏറ്റവും കുറച്ച് പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ തീരെ പ്രത്യക്ഷപ്പെടാത്ത ചിത്രങ്ങളും ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട, നാമമാത്രമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവും കേരളത്തിന്റെ മനസാക്ഷിയിൽ തറയ്ക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഹൃദയസ്പർശിയായ ഈ എക്സിബിഷൻ. യഥാർത്ഥത്തിൽ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഈ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് മനുഷ്യത്വം വറ്റിയിട്ടില്ലാത്ത, അത് പൂർണ്ണമായും കൈമോശം വന്നിട്ടില്ലാത്ത ഏതൊരാളെയും പിടിച്ചു കുലുക്കുകയും രോഷാകുലരാക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. സ്വയം സംസാരിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ഇത് നമ്മുടെ നാട്ടിൽ കഴിയാവുന്നത്ര സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. കഴിയാവുന്നത്ര ഇടങ്ങളിൽ. ഗാസ മനുഷ്യത്വത്തിന്റെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും കൂടി കൂട്ടക്കുഴിമാടമാണ് ഗാസയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 270 മാധ്യമപ്രവർത്തകരാണ് ഈ ഒരു കഷ്ണം ഭൂപ്രദേശത്ത്, ഈ ലോകത്തെ ഒരു ചെറിയ കഷ്ണം ഭൂപ്രദേശത്ത്, വിശാലമായ ലോകത്തെ ഒരു ചെറിയ കഷ്ണം ഭൂപ്രദേശത്ത് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ ദിവസം ഒരുപക്ഷെ നാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 270 പേരിൽ 46 പേരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തിയതാണ്. IDF ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച കാര്യം, ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട അൽ ജസീറയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷരീഫിനെ ടാർഗറ്റ് ചെയ്താണ് കൊന്നത് എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് വെളിപ്പെടുത്തുകയുണ്ടായി, അല്ലെങ്കിൽ സ്ഥിരീകരിക്കുകയുണ്ടായി. അതിലൊന്നും മടിയില്ല, ഒന്നും മറച്ചുവെക്കുന്നില്ല അവര്. അക്കൂട്ടത്തിൽ 4 അൽ ജസീറ മാധ്യമ പ്രവർത്തകരെ വേറെയും ടാർഗറ്റ് ചെയ്ത് കൊല്ലുകയുണ്ടായിട്ടുണ്ട്. അപ്പോ മാധ്യമ പ്രവർത്തകർ യുദ്ധത്തിന്റെ പ്രത്യേക ടാർഗറ്റാണ്, ഇസ്രായേലിന്റെ പ്രത്യേക ടാർഗറ്റാണ്. മാധ്യമ പ്രവർത്തകർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല അർത്ഥം, മാധ്യമ സ്വാതന്ത്ര്യം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മള് ഇത് എത്രമാത്രം ഭയാനകമാണെന്ന് അറിയണമെങ്കിൽ 6 വർഷം നീണ്ടുനിന്ന 2ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 69 മാത്രമായിരുന്നു എന്ന് ഓർക്കണം. 6 കൊല്ലത്തിനിടയിൽ ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 69 പേരാണ്. ഒരു ദശകം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 63 പേരാണ്. ഇവിടെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ചെറിയ പ്രദേശത്ത് കൊല്ലപ്പെട്ടത് 270 പേരാണ്. നാം രക്തസാക്ഷികളായിട്ട് കണക്കാക്കിയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ മാത്രമാണ്.
പട്ടിണി കിടന്ന് മരിച്ച ആയിരക്കണക്കിന് ആളുകളിൽ എത്രയോ മാധ്യമപ്രവർത്തകരുണ്ട്. ഗാസയിൽ സംഭവിക്കുന്നത് മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ്. 1930കളിൽ ജർമ്മനിയിൽ നടന്ന വംശഹത്യ പോലെ, ജൂതർക്കെതിരായ വംശഹത്യ പോലെ മനുഷ്യരാശിക്കെതിരായ കുറ്റത്തിന് ഭാവിയിൽ വിചാരണ ചെയ്യപ്പെടാൻ പോന്ന ഒരു വംശഹത്യ തന്നെയാണ് ഗാസയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലക്കും ലഗാനുമില്ലാത്ത ആക്രമണത്തിൽ കൂട്ടത്തോടെ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. വെള്ളവും വൈദ്യുതിയും ചികിത്സയും ഭക്ഷണവും നിഷേധിക്കുന്നു. ഭക്ഷണവും കുടിവെള്ളവും പോലും കൊടുക്കാതെ ആയിരക്കണക്കിന് മനുഷ്യരെ പട്ടിണിക്കിട്ട് വിശന്നു വലയുമ്പോൾ അവരെ ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി വരി നിർത്തി വെടിവെച്ചു കൊല്ലുന്നു. ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ മുമ്പിൽ വരി നിന്നവരെ എന്നുവെച്ചാൽ കൊല്ലാനുള്ള സൗകര്യത്തിന് വിശന്ന് വലഞ്ഞവരോട് പറയുന്നു, ഇന്ന സ്ഥലത്ത് ഭക്ഷണം ഇന്ന തീയതി കൊടുക്കുന്നുണ്ട്, ഇന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വിളിച്ചു വരുത്തി വരി നിർത്തി വെടിവെച്ചു കൊല്ലുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിക്ക് ബോംബിട്ട് കൊല്ലുന്നു. ഇവിടെ ഒരു ചിത്രമുണ്ട്. 2 ചെറിയ തുണിക്കെട്ടുകൾ നമുക്ക് കാണാം. 2 ചെറിയ കുഞ്ഞുങ്ങളുടെ മൃതശരീരമാണ്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു എന്നുവെച്ചാൽ വംശഹത്യയുടെ ഏറ്റവും പ്രാകൃത രൂപം കുഞ്ഞുങ്ങളെ തന്നെ കൊന്നൊടുക്കുക. ഫാസിസത്തിന്റെ മുദ്രാവാക്യാണല്ലോ കാച്ച് ദം യങ് എന്നത്. ഇസ്രായേൽ അതിനെ പരിഷ്കരിച്ച് കിൽ ദം യങ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. എലിമിനേറ്റ് ദം യങ്. അതാണ് ഉന്മൂലനം ചെയ്യാണ് കുഞ്ഞുങ്ങളെ തന്നെ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നിലയിൽ ഒരുപക്ഷെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത എന്നോ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ വംശഹത്യയോട് മാത്രം സമാനത പുലർത്തുന്നത് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആസൂത്രിതമായ കൊടും ക്രൂരതയും ആസൂത്രണം ചെയ്ത കുറ്റകൃത്യവും മനുഷ്യരാശിക്കെതിരെ അവരവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ലോകമാകെയുമുള്ള ജനാധിപത്യ മനസാക്ഷി അവർക്ക് കഴിയും വിധത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യരും ലോകത്താകെ അതിനെതിർക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടെലവീവിൽ തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു പ്രതിഷേധത്തിന്റെ ഫോട്ടോയും ഇവിടെ കാണുകയുണ്ടായി. ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നാലും ഇതൊന്നും നമ്മളെ സ്പർശിക്കുന്നതേയില്ല എന്നതാണ് സ്ഥിതി. ഇവിടെ വരി നിർത്തി കൊല്ലാൻ, ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ ഉള്ള സാഹചര്യം ഇപ്പൊ എത്താത്തത് കൊണ്ട് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടക്കിയാണ്. ഇന്ന് വന്ന വാർത്ത ഇന്ത്യയിൽ ഏറ്റവും മുതിർന്ന 2 മാധ്യമ പ്രവർത്തകരെ, മുതിർന്ന പത്രാധിപന്മാരിൽ ഒരാളായ സിദ്ധാർത്ഥ് വരദരാജനെയും പ്രമുഖ ടെലിവിഷൻ ജേർണലിസ്റ്റായിട്ടുള്ള കരൺ ഥാപ്പറിനെയും രാജ്യദ്രോഹ കുറ്റ കേസിൽ ചുമത്തിയിരിക്കുന്നു എന്നതാണ്. അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി അസം പോലീസ് എടുത്ത രാജ്യദ്രോഹ കേസ് FIR ഇട്ടതിനെതിരെ ഇരുവരും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഇവരുൾപ്പെടെ ദ വയറിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും തുടർ നടപടികളിൽ നിന്ന് സംരക്ഷണം അനുവദിച്ചതാണ്. അവരൊന്നും ഈ FIR-ന്റെ തുടർ നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതി. ഇന്നിപ്പോ ഓഗസ്റ്റ് 19-ആണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അസം പോലീസ് ചെയ്തത് കാരണം കാണിക്കാതെ പുതിയൊരു FIR ഇട്ടു, 2 ആളെയും പ്രതിയാക്കി. എന്നിട്ട് 22-ാം തീയതിക്കുള്ളിൽ ഹാജരാവണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ സ്ഥിതി. രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ആദ്യത്തെ മാധ്യമ പ്രവർത്തകരല്ല കേട്ടോ ഇവർ 2 പേര്. ആധാർ വിവരങ്ങൾ ചോർന്നെന്ന് വാർത്ത കൊടുത്തൊരു വനിതാ ജേർണലിസ്റ്റിനെ ജയിലിലടച്ചു. എത്രയോ പേര് ജയിലിലടച്ചിട്ടുണ്ട്, എത്രയോ പേര്.
വധിക്കപ്പെടുന്നവരും കുറവല്ല ഇന്ത്യയിൽ. അതുകൊണ്ടൊക്കെയാണ് റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സിന്റെ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ അടിക്കടി നമ്മൾ പിന്നാക്കം വരുന്നത്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യമാണോ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയാണോ ഏറ്റവും കൂടുതൽ തകർന്നത് എന്ന കാര്യത്തിലെ സംശയമുള്ളൂ. രണ്ടും ഒരുപോലെ കൂപ്പുകുത്തിയ കാലമാണ് കഴിഞ്ഞൊരു 10 കൊല്ലം എന്നത്. 120 സ്ഥാനത്ത് നിന്ന് 150 സ്ഥാനത്തേക്ക് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ കൂപ്പുകുത്തുകയുണ്ടായി നമ്മുടെ രാജ്യം. 150. ഇതാണ് സ്ഥിതി. BBC-ക്കെതിരായെടുത്ത നടപടി നമ്മൾ കണ്ടു. അപ്പോ ഗാസയിലെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് വെടിയുണ്ടയ്ക്ക് പകരം ജയിലാണ് കിട്ടുന്നത് എന്നതാണ്. പക്ഷെ അവിടേക്ക് അധികം ദൂരം ഉണ്ടാവണമെന്നില്ല. ഇതാണ് സ്ഥിതി. എന്നാൽ ഇത് വല്ലതും കേരളത്തിലെ മാധ്യമങ്ങളോ മാധ്യമപ്രവർത്തകരോ അറിയുന്നുണ്ടോ? അവർ ഈ ലോകത്തിന് നേരെ കണ്ണും കാതും കൊട്ടിയടച്ച് ഇതൊന്നും അറിയാതെ, ഇതിന്റെ ഒന്നും അലോസരമില്ലാതെ, ഇതൊന്നും ബാധിക്കാതെ കേരളത്തിന്റെ സുരക്ഷിതത്വത്തിൽ അർമാദിക്കുകയാണ്. ഇവിടുത്തെ ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ, ആ സുരക്ഷിതത്വത്തിൽ അവർ അർമാദിക്കുക. അതുകൊണ്ടാണ് ഇന്നലത്തെ പ്രമുഖ പത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മിനിഞ്ഞാന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ രാജ്യം ഉറ്റുനോക്കിയ പത്രസമ്മേളനം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണത്തിന് നേരെ ആഴ്ചകൾക്ക് ശേഷം ഇലക്ഷൻ കമ്മീഷൻ വാതുറന്ന സന്ദർഭമായിരുന്നല്ലോ ആ പത്രസമ്മേളനം. എന്നാൽ ഒരു ആരോപണത്തിനും വസ്തുനിഷ്ഠമായ ഒരു മറുപടിയും പറയാനും കഴിഞ്ഞില്ല. ആ ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 1-ാം പേജിൽ ഒരു മൂലയ്ക്ക് ഒതുക്കുകയും ഏതാണ്ട് ഇതിനകം തന്നെ ചത്തുമലച്ചു കഴിഞ്ഞ ഒരു അപവാദ വാർത്ത 1-ാം പേജിലെ സിംഹഭാഗവും അപഹരിക്കുകയും ചെയ്തത് കണ്ട് പരിതപിക്കണോ രോഷം കൊള്ളണോ എന്നറിയാത്ത സ്ഥിതിയിരുന്നു പ്രമുഖ പത്രങ്ങളുടെ സ്ഥിതിയാണ്. ലോകത്തെന്താണ് നടക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നതൊന്നും നമ്മുടെ മാധ്യമങ്ങളെ ബാധിക്കുന്നതേയില്ല. അവരറിയുന്നതുമില്ല, അറിയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എന്ന മനോഭാവമാണ്. അവര് ഒറ്റ അജണ്ടയിലാണുള്ളത്. അതെന്താന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോ നമ്മൾ ജീവിക്കുന്ന ലോകം എത്രമേൽ അരക്ഷിതമായി കൊണ്ടിരിക്കുന്നു, ഏറ്റവും ചുരുങ്ങിയത് തങ്ങൾക്ക് തന്നെ അത് അരക്ഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നില്ല. ലോകത്തും ഇന്ത്യയിലും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അധികകാലം കേരളത്തിൽ മാത്രമായിട്ട് നിൽക്കുമോ? ജനാധിപത്യം ഇന്ത്യയിൽ തന്നെ ശോഷിച്ചാൽ പിന്നെ കേരളത്തിൽ മാത്രമായിട്ട് അധികകാലം അത് ബാധിക്കാതിരിക്കുമോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഇപ്പോഴും കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും നിർഭയമായി പ്രവർത്തിക്കാവുന്ന സാഹചര്യം മാധ്യമങ്ങൾക്കുള്ളത്. അതിന്റെ ആനുകൂല്യം മുഴുവൻ മാധ്യമങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നന്നായിട്ട്. സിദ്ധാർത്ഥ വരദരാജനും കരൺ താപ്പർക്കും എതിരെ FIR ഇട്ടത് ഒരു വാർത്തയുടെ പേരില്ല. അങ്ങനെ വന്ന കേരളത്തിലെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ FIR ഇടാൻ തീരുമാനിച്ചത്. അതിവിടെ ഇല്ലാത്തത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ, മാധ്യമ സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധതയുടെ, ആദരവിന്റെ ഒക്കെ ഫലമാണ്. നമ്മുടെ രീതിയല്ല എന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ ഒരു മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഇന്ത്യക്കുണ്ടായാൽ ഒന്നാമത് കേരളമായിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഒന്നാമത് കേരളമായിരിക്കും. അപ്പൊ എനിക്കൊറ്റ കാര്യമേ ഉള്ളൂ പറയാനുള്ളൂ. ഈ
ഫോട്ടോ എക്സിബിഷൻ കഴിയാവുന്നത്ര സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കണം. നാം കണ്ണടച്ചിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏത് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെയാണോ കണ്ണടച്ചിരിക്കുന്നത് അതിലേക്കൊന്ന് കണ്ണ് തുറപ്പിക്കാൻ ഇത് പ്രേരണയാകുമെങ്കിൽ, 100% ഉറപ്പൊന്നുമില്ല, ആവുമെങ്കിൽ നല്ലതായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ജനങ്ങളെയെങ്കിലും ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ പിടിച്ചുലയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ, നെഞ്ചു പൊള്ളിക്കുന്ന ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി ഇങ്ങനെയൊരു എക്സിബിഷൻ നടത്തുന്നു എന്നുള്ളത് വളരെ വളരെ ഉചിതമായ കാര്യമാണ്, അഭിനന്ദനാർഹമായിട്ടുള്ള മാതൃകാപരമായ ഒരു കാര്യമാണ്. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിനെയും എക്സിബിഷന് നേതൃത്വം കൊടുക്കുന്ന മീഡിയ അക്കാദമിയെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. ഇനി സംസാരിക്കുന്നതിന് സീനിയർ ജേർണലിസ്റ്റ് ഫോറം രക്ഷാധികാരി ശ്രീ എ മാധവൻ അവർകളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം പി രാജേഷ്, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ RS ബാബു, ശ്രീ ജയചന്ദ്രൻ, സരിത വർമ്മ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് അലക്സാണ്ടർ സാം, കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷില്ല സ്റ്റീഫൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രബോധ് പയ്യന്നൂർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ അച്ചോട്ടൻ, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു സമ്മേളനം നാളെ മറ്റന്നാളുമായിട്ട് ഇവിടെ നടക്കുകയാണ്. ഒരുപാട് നമ്മുടെ സഹപ്രവർത്തകർ അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി ഇടപഴകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇങ്ങനൊരു മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു ഒത്തുചേരൽ നടക്കുന്നത്. അതിനു മുമ്പായി 15 വർഷം മുമ്പ് 2010 കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘടന സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള രൂപം കൊള്ളുകയുണ്ടായി. ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ അഖിലേന്ത്യാ കൺവെൻഷൻ നടത്തുന്നത്. അതോടനുബന്ധിച്ച് ഇവിടെ ഗാസയിലെ മാധ്യമപ്രവർത്തകർക്കെതിരായി നടന്ന ക്രൂരത വരച്ചുകാട്ടുന്ന ഒരു ഫോട്ടോ എക്സിബിഷൻ നടക്കുന്നു. അതുകൂടാതെ നമ്മുടെ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ എല്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി
ഭാഗമായി മാറിയിരിക്കുകയാണ് ശ്രീ മുസ്തഫയുടെ നേതൃത്വത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോട്ടോ ജേർണലിസ്റ്റുകൾ നടത്തുന്ന എക്സിബിഷൻ. അത് അപ്പുറത്ത് നടക്കണം. ഈ രണ്ട് എക്സിബിഷനുകളും നടത്താൻ സഹായിച്ച പ്രസ് അക്കാദമി ചെയർമാൻ ശ്രീ ആർ എസ് ബാബു, നമ്മുടെയൊക്കെ സുഹൃത്തായ ശ്രീ ആർ എസ് ബാബുവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സീനിയർ ജേർണലിസ്റ്റുകളുടെ എല്ലാ കാര്യത്തിലും പ്രസ് അക്കാദമിയും അതിൽ ചെയർമാൻ ബാബുവും ഒരുപാട് സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മുടെ വേറൊരു പരിപാടി തുടങ്ങാൻ പോവാണ്. പ്രസ് ക്ലബ്ബിൽ സെമിനാർ നടക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ശ്രീമതി എം സരിത വർമ്മ മാഡത്തിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹപ്രവർത്തകരെ, ഈ എക്സിബിഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ തുടക്കമാണ്. ഇത് ദേശീയ തലത്തിൽ സീനിയർ ജേർണലിസ്റ്റിൻ്റെ ഒരു സംഘടന രൂപം കൊള്ളുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അത് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ഉചിതമായ വിധത്തിലാണ് ലോകത്തെമ്പാടുമായി മാധ്യമപ്രവർത്തകർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളും അതിൻ്റെ ഏറ്റവും പരമകാഷ്ഠയിൽ എത്തിക്കുന്ന വിധത്തിൽ ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ആ ഫോട്ടോഗ്രാഫേഴ്സിനെ മാനിച്ചുകൊണ്ടുള്ള ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നു. അത് ഫോട്ടോസ് സംഘടിപ്പിച്ചതിൻ്റെ കാര്യം മാത്രമല്ല, ആ ഫോട്ടോസിൻ്റെ സംവിധാനവും വളരെ ഇത്തരം ഫോട്ടോസ് ആയതുകൊണ്ട് നമുക്ക് മനോഹരം എന്നൊന്നും പറയാൻ വയ്യ. പക്ഷെ അതിൻ്റെ വളരെ പരമോചിതമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇവിടെ 4-മോ 5-മോ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട. അതിൽ പിന്നെ ഉന്നതങ്ങളിലേക്ക് നിലവിളിക്കുന്ന ദൈവത്തിനെ വിളിച്ച് നിലവിളിക്കുന്ന ഒരു അമ്മ നിലവിളിക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ തൊട്ട് താഴെയാകട്ടെ വിശക്കുന്നവരുടെ മുമ്പിൽ റൊട്ടിയാണ് ഈശ്വരൻ. കുട്ടികൾ അതിലെ ആ ഫോട്ടോയിലെ എല്ലാവരുടെയും ദൃഷ്ടി ഭക്ഷണത്തിലേക്ക്, അങ്ങനെ ഒരു ഫോട്ടോ. അത് രണ്ടും കൂടി അടുപ്പിച്ച് വച്ചിരിക്കുന്നതിലെ ഔചിത്യബോധം. അപ്പം ഇത് സംവിധാനം ചെയ്തവരെയും അഭിനന്ദിക്കുന്നു. ഞങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് പുറപ്പെടുമ്പോൾ ഈ എക്സിബിഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്മരണകൾ ഉണർത്തും രണസ്മാരകങ്ങളാണ്. ഓരോ ഫ്രെയിമും ഓരോന്നും ഞങ്ങളുടെ ബലികുടീരങ്ങളിൽ കൈവച്ച് നമ്മളൊരു പുനഃപ്രതിജ്ഞ എടുക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇത്ര ഉചിതമായ ഒരു സംവിധാനം ഇതിന് ഒരുക്കിയ മീഡിയ അക്കാദമിയെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് സീനിയർ ജേർണലിസ്റ്റ് ഫോറം ശ്രീ അലക്സാണ്ടർ സാം അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 19, ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ഡേ ആണ്, വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ. നമ്മൾ സാധാരണ ഈ ദിനം ആഘോഷിക്കുന്നത് നല്ല നല്ല ചിത്രങ്ങൾ കൊണ്ടാണ്. ചിരിക്കുന്ന മുഖങ്ങളും വിടരുന്ന പുഷ്പങ്ങളും തിരയടിക്കുന്ന തീരങ്ങളും മഞ്ഞണിഞ്ഞ മാമലകളും ഒക്കെ ആണ് നമ്മളുടെ മനസ്സിൽ കടന്നു വരിക. പക്ഷെ ഇവിടെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞത് ശവക്കൂമ്പാരങ്ങളും തേക്കോലങ്ങളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും വിശന്ന് വലയുന്ന കുട്ടികൾ, കരയുന്ന കുട്ടികൾ, ഇതെല്ലാമാണ് നമ്മളുടെ ചുറ്റിനും.
ഇതിൻ്റെ എല്ലാം നടുക്കാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ചിത്രങ്ങൾ ഇതാരാണ് ഇതിന് കാരണക്കാർ? മനുഷ്യത്വം മരവിച്ച കുറെ മനുഷ്യ പിശാചുക്കൾ കോറിയിട്ട കരിമഷി കോലങ്ങളാണ് നമ്മൾ ഈ റൂമില് ഈ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാകുമോ? ഉണ്ടാകാൻ ഈ ലോകത്തെ മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചു പറ്റും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്കും ചെയ്യാം കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചേരുമ്പോഴാണ് അത് വലിയ വലിയ കാര്യങ്ങളായി മാറുന്നത്. അപ്പോൾ അതിന്റെ തുടക്കം നമ്മളിൽ എവിടെയെങ്കിലും അതിന്റെ ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ പ്രദർശനം സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സീനിയർ ജേർണലിസ്റ്റുകളുടെ ഒരു ദേശീയ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. അതിനെപ്പറ്റി ഇവിടെ നിങ്ങൾ കേട്ടു. അതിന്റെ ഭാഗമായി ഈ ഒരു ഫോട്ടോ പ്രദർശനം നടത്താൻ മുന്നോട്ട് വരികയും ഞങ്ങളെ അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്ത കേരള മീഡിയ അക്കാദമിയോട് അഗൈതവുമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്കെല്ലാം മംഗളമുണ്ടാകട്ടെ. എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സർ. ഇനി സംസാരിക്കുന്നതിനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും മുൻ MLA-യുമായ ശ്രീ രാജാജി മാത്യു തോമസ് സാറിനെ ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, ഒന്നുകൂടെ ഉണ്ട്. ജനയുഗത്തിന്റെ ചീഫ് എഡിറ്ററുമായ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഞാനൊരു പ്രസംഗം നടത്തുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല വന്നത്. പ്രസംഗിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിത്രപ്രദർശനം കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി കാണാൻ പോവുകയാണ്. ഈ ചിത്രങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കേണ്ട ആവശ്യമുള്ളത് സംസാരിക്കുന്ന ചിത്രങ്ങളാണ്. എന്നാൽ ചിത്രങ്ങൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ പത്രക്കാർ എത്രത്തോളം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് നമ്മുടെ ജനങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ വാർത്തകൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട്. ഫലസ്തീനിൽ ഗാസയിൽ മരിച്ച ജനങ്ങളുടെ എണ്ണം, അവിടുത്തെ ദുരിതങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആ പരിഹാര മാർഗങ്ങൾ ഇത്രയും 70 വർഷത്തിലധികമായിട്ടും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ധർമ്മസങ്കടത്തിലാണ് മനുഷ്യരാശി. എന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക? ഇന്ത്യയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗാസയിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലോകത്ത് എവിടെയും പോയിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നത് ഇവിടെ മാത്രമാണ്. ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പങ്ക് എന്താണ്? ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഇസ്രയേലികളും ഫലസ്തീനികളും തമ്മിലുള്ള ഒരു യുദ്ധം മാത്രമല്ല. അതിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പങ്കാളികളാണ്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. അതിലൊരു പങ്കാളിയാണ് ഇന്ത്യ. ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഈ സമീപകാലം വരെ ഫലസ്തീൻ ജനതയെ പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അറബ് രാഷ്ട്രങ്ങൾക്ക് പുറത്ത് ഫലസ്തീനെ അംഗീകരിച്ച ആദ്യ ലോകരാഷ്ട്രമാണ് ഇന്ത്യ. പക്ഷെ ആ ലോകരാഷ്ട്രം തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ, ഫലസ്തീനിൽ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ പങ്കാളികളാണ്. പരോക്ഷമായിട്ടായിരിക്കാം, പ്രത്യക്ഷമായിട്ടുമില്ല എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം,
ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിൻ്റെ താല്പര്യങ്ങളാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭരണത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 2023 ഹൈഫ തുറമുഖത്തിന്റെ നടത്തിപ്പിന്റെ 70% 1.5 ബില്യൺ ഡോളർ നിക്ഷേപിച്ച് അദാനിമാർ ഏറ്റെടുത്തത്. ഈ ഹൈഫ തുറമുഖത്തിലൂടെയാണ് ഇസ്രയേലിന്റെ കയറ്റിറക്കുമതി വ്യാപാരത്തിന്റെ 30%-ലധികം. അപ്പൊ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇസ്രയേലിന്റെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. അത് നമ്മുടെ സാമ്പത്തിക താല്പര്യമാണ്. രണ്ടാമത്, യുദ്ധമുഖത്ത് ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണന്റുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്നാണ് അത് കയറ്റുമതി ചെയ്യുന്നത്. അത് അദാനി എയറോസ്പേസ്, ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് നിർമ്മിക്കുന്നതാണ്. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ ഒരു ദുരന്തത്തിന്റെ ചിത്രം കാണുക മാത്രമല്ല, ആ ദുരന്തത്തിൽ നമ്മുടെ പങ്കും അതിനെതിരായിട്ട് നമ്മൾ ഉയർത്തേണ്ട ശബ്ദവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിയ അക്കാദമി എല്ലാ തരത്തിലുമുള്ള അഭിനന്ദനം അർഹിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷില്ലൻ സീഖൻ അറുവലെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു, സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ, വേദിയിലും സദസ്സിലുമുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരെ, പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു ഫോട്ടോ പ്രദർശനം ഇവിടെ സംഘടിപ്പിക്കാൻ ഇടയായത് തീർത്തും ചാരിതാർത്ഥകരമാണ്. കാരണം ഇങ്ങനെ ഒരു പ്രത്യേക ദിവസമാണ്, ഫോട്ടോഗ്രാഫർമാരുടെ ദിനത്തിലാണ് ഉള്ളുലയ്ക്കുന്ന ഈ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ആദ്യമായി ഒരു ദേശീയ സമ്മേളനത്തിനും, മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു ദേശീയ സമ്മേളനത്തിനും കൂടി തിരുവനന്തപുരം വേദിയാകുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. ഈ ഉദ്യമങ്ങൾക്കെല്ലാം കേരള പത്രപ്രവർത്തക യൂണിയന്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു, നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രസ് ക്ലബ് പ്രസിഡന്റ് PR പ്രവീൺ സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, മിനിറ്റുകൾക്കകം നമ്മുടെ പ്രസ് ക്ലബിൽ വെച്ച് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ തന്നെ ഈ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മറ്റൊരു വലിയ പരിപാടി, സൗഹൃദ സമ്മേളനം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഈ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം ഈ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന തരത്തിൽ ഇത്തരമൊരു ഫോട്ടോ പ്രദർശനം സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഈ ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് ഞാനും പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മീഡിയ അക്കാദമിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സന്തോഷമുള്ള കാര്യം. സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഈ ദേശീയ സമ്മേളനത്തിന് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ഇനി ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ സർവ്വാദരണീയരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, ആർട്ട് ഓഫ് ലൈറ്റ് ഫോസോഗ്രാഫിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്, പ്രകാശം കൊണ്ടുള്ള വര എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി എന്ന പദം ഉത്ഭവിക്കുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. പ്രകാശം കൊണ്ട് തന്നെ മറ്റൊരു വേദനയുടെ അകമ്പു നീട്ടുന്ന അനുഭവമാണ്. നിശബ്ദമാക്കപ്പെട്ട എത്രയോ നിലവിളികളുടെ സാക്ഷ്യങ്ങളാണ് ഈ നിശ്ചല ഛായ
ഗ്രഹണത്തിലൂടെ നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. ഇവിടെ ദീർഘിപ്പിക്കേണ്ടതില്ല, വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം കാഴ്ചകൾ വാക്കുകളേക്കാൾ എത്രയോ 10 മടങ്ങ് കരുത്തുള്ളവയാണ്. അതൊക്കെ ഒരു യാഥാർത്ഥ്യവും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന സത്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. കേരള മീഡിയ അക്കാദമി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ജനകീയമായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ കേരളത്തിലും പുറത്തും നടത്തി വരികയാണ്. മീഡിയ അക്കാദമിയുടെ അമരത്ത് നിൽക്കുന്ന RS ബാബു സാറ് പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ച വ്യക്തിത്വം, സംഘാടന മേഖലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനകീയമായി മുന്നോട്ട് പോകുമ്പോൾ അത് കേരളത്തിന്റെ സാംസ്കാരിക മനസ്സിനെയും അതുപോലെ തന്നെ പത്രപ്രവർത്തന മേഖലയെയും ഉണർത്തുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും മീഡിയ അക്കാദമിക്കും ഇവിടെ ഈ ഫോട്ടോഗ്രാഫ്സിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച വലിയ വലിയ വ്യക്തിത്വങ്ങൾക്കുമുള്ള ആദരവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്മ. വളരെ നന്ദി സർ. ഇനി അടുത്തതായി മുൻ രാജ്യസഭാംഗം MP അച്യുതൻ സാറിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഈ വേദിയിലില്ല. ഈ ചടങ്ങ് സംഘടിപ്പിച്ച മീഡിയ അക്കാദമിയെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് V ജയചന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഇന്ന് വേൾഡ് ഫോട്ടോഗ്രാഫി ദിനമാണ്. ഞാനും മുസ്തഫയ്ക്ക് ഉൾപ്പെട്ട ഈ ക്യാമറയുമായി ജീവിക്കുന്ന മനുഷ്യരുടെ പേരിലും ഈ ദീപങ്ങൾക്ക് പിന്നിൽ കാണുന്ന 270 പേരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച മീഡിയ അക്കാദമിക്ക് അതിൻ്റെ സാരഥിക്ക് കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാര്യം ഈ ചിത്രങ്ങൾ ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഏത് കഠിന ഹൃദയനും അടുത്ത നിമിഷം എൻ്റെ മനസ്സിലേക്ക് ഒരു വേറൊരു തലത്തിലേക്ക് അനുകമ്പയുടെയോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് പോലും ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പട്ടിണിയും ആ മരണങ്ങളും കണ്ടിട്ട് ഞാൻ ക്യാമറയിലേക്ക് ചിത്രങ്ങൾ പകർത്തുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ക്യാമറയിലേക്ക് പകർന്നു. 1987 അന്നാണ് ഞാൻ ക്യാമറ ഇനി താഴെ വയ്ക്കില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയത്. ഈ മനുഷ്യരെ പോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ 24 ദിവസം ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ നിമിഷവും കാര്യം നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ മരണം മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമുക്കൊരു വീര്യമുണ്ട്, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ മനുഷ്യരാണ് എനിക്ക് ഇരുന്നത്. ഒരുപക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ മരിച്ചു പോകുന്നുള്ള ഒരു 100% ഉറപ്പായിരുന്നു. പക്ഷെ അവിടേക്ക് ഞാൻ പിടിച്ചു നിന്നു. ഇന്ന് ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നു, ഈ മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളൊരു സത്യമെന്ന് പറയുന്നത്, ഇപ്പം മിനിസ്റ്റർ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിൽ 69 പേരാണ് മരിച്ചത്. അവിടെ 60 ലക്ഷത്തിലേറെ മനുഷ്യരെ കൂട്ടക്കൊല നടത്തിയതാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോയി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടുത്തെ ഈ തണുക്കൽ പാളയങ്ങൾ ഞാൻ കണ്ടു, ആ ചിതകൾ കണ്ടു, കത്തിക്കുന്ന അത് കണ്ടു. അതിന്റെ ആ കാഴ്ച ചരിത്ര സ്മാരകങ്ങൾ, ഈ ചിത്രങ്ങളെല്ലാം തന്നെ ചരിത്ര രേഖകളായിട്ട് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ആ ചരിത്ര രേഖകൾ കണ്ടിറങ്ങുന്ന മനുഷ്യർ ഇന്ന് ജർമ്മൻ ജനത, കാര്യം കഴിഞ്ഞ മാസം ന്യൂയോർക്ക് ടൈംസ് രേഖപ്പെടുത്തിയ ഒരു രേഖയുണ്ട്. അതായത് ജർമ്മനിയിൽ പുത്തൻ തലമുറ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ അവരുടെ മക്കളെ ഈ പട്ടാളത്തിലേക്കോ അല്ലെങ്കിൽ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുദ്ധത്തിനോ വിടാനായിട്ട് അവർ തയ്യാറല്ല. വെറും 17% മനുഷ്യർക്ക് മാത്രമേ ഒരു തോക്കെടുക്കാനോ യുദ്ധം ചെയ്യാനുള്ള മനസ്സുള്ളൂ ജർമ്മൻ ജനതയ്ക്ക്. ഒരുപക്ഷെ ആ തടങ്കൽ പാളയങ്ങൾ പോലെയുള്ള എത്രയോ ചരിത്ര മ്യൂസിയങ്ങൾ അവിടെ ഉണ്ട്. അത് കണ്ടിറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് കണ്ടിറങ്ങുന്നവർ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുപോലെ ഈ രേഖകൾ നമുക്ക് സൂക്ഷിക്കണം. നമ്മുടെ സമൂഹത്തിന് ഒരു മനസ്സാക്ഷി ഉണ്ടാവട്ടെ, അതിന് പൂർണ്ണത ഉണ്ടാവും.
അതിന് ഈ മീഡിയ അക്കാദമിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതൊരു സ്ഥിരം കാഴ്ചയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക്സ്. താങ്ക് യു സോ മച്ച് സർ. ഇനി ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് പി മുസ്തഫ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, വളരെ കുറച്ച് സമയമുള്ളൂ എനിക്ക് കിട്ടുന്നത്. ഞാൻ ഈ ഗാസയിലും ഇസ്രായേലിലും ഈജിപ്തിലും ജോർദാനിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ആ ട്രിപ്പിൽ ഒരു ചെറിയ പറഞ്ഞിട്ട് നിർത്താം. ആ ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് ഒരു മുസ്ലിം ഗ്രൂപ്പിന്റെ കൂടെ പോയതാണ്. ഈ എൻ്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ആ സമയത്താണ് സാദിഖ് അലി തങ്ങൾ, അന്ന് അദ്ദേഹം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാണ്, ഇപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കുന്ന ബോർഡർ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ 4 കുട്ടികളെ അവർ ഇസ്രായേലിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞു. അതിലൊന്ന് സാദിഖ് അലിന്റെ മകനായിരുന്നു. അപ്പൊ നേരത്തെ നമുക്ക് ഈ ട്രാവലിൽ യാത്ര ചെയ്യുന്ന ആൾ പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അധികം അവരാരെയും പരിഹസിക്കുകയോ കളിയാക്കുകയോ, കാരണം നമ്മളൊരു മുസ്ലിം ഗ്രൂപ്പ് ആയതുകൊണ്ട് പരിഹസിക്കുകയോ കളിയാക്കുകയോ മുഖത്ത് രൂക്ഷമായി നോക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിൽ എത്ര ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തടസ്സപ്പെടുത്തി എന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ അൽഹിന്ദ് ട്രാവൽസിന്റെ കൂടെ ആയിരുന്നു പോയിരുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികളെ, അതായത് എൻ്റെ മകളെ അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണ്, അവളെ ഒരു 3 മണിക്കൂർ അവർ പിടിച്ചു വെച്ചു അതിർത്തിയിൽ. അതുകൂടെ തന്നെ അവരുടെ കൂടെ തന്നെ വേറെ ആൾക്കാരും പിടിച്ചു വെച്ചു. കാരണങ്ങളൊന്നുമില്ല, പിടിച്ചു വെച്ചു, വിടൂല. സാദിഖ് അലിന്റെ മകനെ സംസ്ഥാനത്തേക്ക് വിട്ടേല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. കൂടെ 4 കുട്ടികളെ വേറെ. അങ്ങനെ നമ്മളെ ഈ ട്രാവൽസുകാർ നല്ല മിടുക്കന്മാർ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് പോയിട്ട് അവരെ ജോർദാനിൽ നിന്ന് ഈജിപ്തിലേക്ക് കപ്പൽ മാർഗമാണ് പോയത്. അപ്പോൾ എങ്ങനെല്ലാം ഹറാസ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് മുസ്ലിം ഗ്രൂപ്പിനെ എങ്ങനെല്ലാം ഹറാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന മാതിരില്ല. ഒരു സ്ഥലത്ത് ഇസ്രായേലികളാണെങ്കിൽ തൊട്ടടുത്ത് പലസ്തീൻകാർ, അത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പലസ്തീൻ്റെ ഒരാൾ പോലും ഇല്ല, ഒക്കെ ഇസ്രായേലി പട്ടാളക്കാരാണ്. പട്ടാളക്കാരും അവരുടെ പോലീസുകാരുമാണ്. ഞാനാണെങ്കിൽ ഫോട്ടോഗ്രാഫറും ഇല്ലേ. പെട്ടെന്നൊരു പ്രകടനം നടന്നു. ഈ ജയിലിൽ അടക്കപ്പെട്ട കുട്ടികളെയും യുവാക്കളെ ജയിലിൽ അടച്ചത് വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് അവർ മാതാപിതാക്കളും അച്ഛന്മാരും കൂടെ ഒരു പ്രകടനം നടത്തി. അതിൽ ആ കുട്ടികളുടെയൊക്കെ ഈ ജയിലിലടക്കപ്പെട്ടവരുടെ ഈ ഫോട്ടോസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പ്രകടനം. ആകെ 10-20 പേരുണ്ടായിരുന്നുള്ളൂ. ഞാനത് കയറി പടമൊക്കെ എടുത്തു. പക്ഷെ അത് ഇസ്രായേലിൽ നിന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പക്ഷെ ഒരിക്കലും എൻ്റെ ക്യാമറയും തിരിച്ചു കിട്ടൂല, എന്നെ വേണമെങ്കിൽ ജയിലിൽ അടക്കുകയും ചെയ്തു. കാരണം ഒരിക്കലും ഒരു ടൂറിസ്റ്റ് ഇത്തരം പടങ്ങൾ എടുക്കൂല എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ ആ പടം എടുത്തു. പടങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പല സ്ഥലങ്ങളിലും നമ്മളെ ഈ ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം പലസ്തീനിലെ ഇസ്രായേലി കുടുംബങ്ങൾ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ മലകൾ മുകളിലും ഒന്നിച്ച് കുറെ വീടുകൾ എന്റെയൊക്കെ പണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഇതൊന്നുമല്ല, ഒരുപാട്. പിന്നെ നമ്മളെ ബസ്സിന്റെ അടുത്ത് ഈ പലസ്തീൻ കുട്ടികൾ വന്നിട്ട് പൈസ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പടമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര സങ്കടം തോന്നും നമുക്ക് ആ ഒരു അവസ്ഥ കണ്ടാൽ. ശരിക്കും അവിടെ ലോകത്തിലെ 3 മതങ്ങളുടെ ഈ ജൂയിഷ്, മുസ്ലിം, ക്രിസ്ത്യൻ, കാരണം യേശു ജനിച്ച സ്ഥലമൊക്കെ അവിടെയാണ്, ഒക്കെ അടുത്തടുത്താണ്, എല്ലാം അടുത്തടുത്താണ്. ഏറ്റവും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നത് മക്ക മദീന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തീർത്ഥാടകർ പോകുന്ന മുസ്ലിം പള്ളി ഈ ഇസ്രായേലല്ല, ശരിക്കും അത് ജോർദാന്റെ കയ്യിലാണ്, പലസ്തീനിലാണ്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എവിടാണ് ഇസ്രായേൽ, എവിടാണ് ജോർദാൻ, എവിടാണ് പലസ്തീൻ, മനസ്സിലാക്കാനേ പറ്റില്ല. മുഴുവൻ പോലീസും ഈ ഇസ്രായേലിലെ ആൾക്കാരാണ്. പള്ളിയിലൊക്കെ ഷൂട്ടൊക്കെ കയറുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ഇതിലേക്ക് വരാം. നമ്മുടെ മീഡിയ അക്കാദമി, പ്രത്യേകിച്ച് RS ബാബു സാറിന് പ്രത്യേകം പറയാനുണ്ട്. ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന 2 ആളെ ഞാൻ കണ്ടത്. ഒന്ന്, ഞാൻ മലയാള മനോരമയിലാണ് 23 വർഷം ജോലി ചെയ്തത്. അവിടെയുള്ള തോമസ് ജേക്കബാണ് ഫോട്ടോഗ്രാഫർമാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന കേരളത്തിലെ ഏക പത്രം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി, അതാണ് മനോരമന്റെ എല്ലാ പടങ്ങളും. പിന്നെ ഞാൻ കണ്ടത് റിട്ടയറൊക്കെ ചെയ്ത ശേഷം RS ബാബു സാറാണ് ഫോട്ടോഗ്രാഫർമാരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. എത്ര എക്സിബിഷൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ നടത്തി. കൂടെ ഞാനും പിന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ചന്ദ്രകുമാറുണ്ട്. ചന്ദ്രകുമാറായിരുന്നു ഈ ഫോട്ടോന്റെ, അദ്ദേഹം പെട്ടെന്ന് പനി പിടിച്ച് ഈ ഞങ്ങളെ സഹായിക്കുന്നതിന്. ഇതൊരു ഗ്രൂപ്പാണ് മീഡിയ അക്കാദമിന്റെ, പ്രത്യേകിച്ച് ഓരോ ആൾക്കാരെ പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്ര വലിയൊരു ഗ്രൂപ്പാണ്.
എത്ര ഒരു 4 ദിവസം കൊണ്ട് ഒരു എക്സിബിഷൻ നടത്തണമെന്ന് ബാബു സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നടക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അതൊരു ഭയങ്കര അത്ഭുത സിദ്ധിയാണെന്ന് പറയുന്നത്. ഇതല്ല, ഇതിന്റെ തൊട്ട് മുമ്പ് എറണാകുളത്ത് ഒരു എക്സിബിഷൻ നടത്തിയത് ഇതുപോലെ ലോക പ്രശസ്തമായിട്ടുള്ള ഈ അവാർഡുകൾ കിട്ടിയിട്ടുള്ള മാത്രം എക്സിബിഷനായിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നിക്കൂട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഫോട്ടോഗ്രാഫറെ എനിക്കൊക്കെ അത്ഭുതമായിരുന്നു അദ്ദേഹം ഇവിടെ വരുമോ എന്നുള്ളത്. അദ്ദേഹത്തെ കൊണ്ടത് ബാബു സാറാണ്. തിരുവനന്തപുരത്ത് വലിയ ചടങ്ങായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു വളരെ ഖേദകരമായിട്ടുള്ള ദുഃഖമുള്ള നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഈ പടത്തിന് അത് സാറ് ഞങ്ങളൊരു എക്സിബിഷൻ ഞങ്ങൾ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ അഖിലേന്ത്യാ സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട് സാറിനോട് പറഞ്ഞു. സാറും കൂടെ ഇതിന്റെ ഈ മീഡിയ അക്കാദമി കൂടെ ഓ അതിനെന്താ ഞങ്ങൾക്ക് ശരിയാക്കാം. കുറച്ച് കഴിച്ചപ്പോൾ പറയും നമുക്ക് ഈ പ്രാവശ്യം ഗാസയെ പറ്റിയിട്ട് മാത്രമാക്കാം, മറ്റുള്ള നമ്മളെ ഇന്റർനാഷണൽ പടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്. എനിക്കറിയില്ല അതൊക്കെ എങ്ങനെയാണ് ഈ ഇത്ര പെട്ടെന്ന്. ഇതിൽ ഞാൻ കൂടിയിട്ടില്ല ഈ കൂട്ടത്തില്. അതിൽ ചന്ദ്രകുമാറും ഫോട്ടോഗ്രാഫർ ചന്ദ്രകുമാറും ഇദ്ദേഹത്തിന്റെ ബാബു സാറിന്റെ, കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. വേറൊരു സ്റ്റേജിൽ അത് അദ്ദേഹത്തെ ഇവിടെ ഇരുത്തി സോപ്പ് ഇടുകയാണോ അങ്ങനെ എന്നുള്ളതെന്ന് തോന്നില്ല. ഇങ്ങനെ ഇത്ര കരുത്തനായിട്ട് ഫോട്ടോഗ്രാഫർമാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനടക്കമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിക്കാൻ അവസരം ഒരുക്കിയ ബാബു സാറിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ വിജയകുമാറും ബാക്കി മാധവനും ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാം നന്ദി പറയുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു എക്സിബിഷൻ അപ്പുറം നടക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും പഴയ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുടെ ഒരു എക്സിബിഷൻ ഉണ്ട്. അതിൽ 18 പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഏതാണ്ട് 50-ലധികം പടം തൊട്ടടുത്ത് തന്നെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇതിന് ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് പിന്നെ വന്നതെല്ലാം ഈ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം